മൂന്നാർ മേഖലയിൽ കഴിഞ്ഞ രാത്രിയിൽ അടക്കം ശക്തമായി തോരായത്ത് പെയ്ത മഴയ്ക്ക് ഇന്ന് ഉച്ചയോടെ അല്പം ശമനമുണ്ടായത് ആശ്വാസം പകർന്നു. ദേവികുളം കോളനിയിൽ റോഡിൻ്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ് ഒരു വീട് തകർന്നു. വിൽസന്റെ വീടാണ് തകർന്നത്. തല നാലിഴയ്ക്കാണ് കുടുംബം രക്ഷപ്പെട്ടത്. അടുക്കളയും രണ്ട് മുറികളും പൂർണ്ണമായും തകർന്നു. ദേശീയപാതയിൽ മൂന്നാർ പോലീസ് സ്റ്റേഷന് സമീപം മണ്ണിടിച്ചിലുണ്ടായി. സമീപത്തെ കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലാണ്. മൂന്നാറിൽ 3 ക്യാമ്പുകൾ തുറന്നു. നിലവിൽ മൂന്നാർ മൗണ്ട് കാർമൽ ബസലിക്കയുടെ ഹാളിൽ 9 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അന്തോണിയാർ കോളനിയിൽ നിന്നടക്കം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുമെന്നും ദേവികുളം സബ് കളക്ടർ വ്യക്തമാക്കി. ആ പ്രദേശത്തുള്ളവരെല്ലാം നമ്മൾ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഒരു ക്യാമ്പാണ് ഫംഗ്ഷനിലായിട്ടുള്ളത്. അത് നമ്മുടെ മൗണ്ട് കാർമൽ ഓഡിറ്റോറിയത്തിലാണ്. ബാക്കി 2 ക്യാമ്പുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻ കേസ് കൂടുതൽ ആൾക്കാരെ മാറ്റി പാർപ്പിക്കേണ്ടി വരുമെങ്കിൽ അവിടേക്ക് മാറ്റി പാർപ്പിക്കുന്നതായിരിക്കും. നിലവിൽ ഇപ്പോൾ 26 പേരാണ് ഈ ക്യാമ്പിൽ കഴിയുന്നത്. അതിൽ 4 കുട്ടികളും 14 സ്ത്രീകളും 6 പുരുഷന്മാരുമാണ്. അന്തോണിയാർ കോളനി വളരെ ഹൈ റിസ്ക് ഏരിയയാണ്. അവിടെയുള്ളവരെ മാറ്റി പാർപ്പിക്കുന്നത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ന് ഉച്ചയോടുകൂടി അവിടെയുള്ളവരെ പൂർണ്ണമായിട്ടും ഒഴിപ്പിക്കുമെന്നാണ് കരുതുന്നത്. ഗ്യാപ്പ് റോഡിലും വാഹനഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പകൽ ഇതുവഴി കടന്നുപോകുന്ന ടൂറിസ്റ്റ് വാഹനങ്ങളടക്കം ഗ്യാപ്പ് റോഡിൽ നിർത്തരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ രാത്രി വൈകുന്നേരം 6 മണി തൊട്ട് പുലർച്ചെ 6 മണി വരെയുള്ള യാത്ര പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുകയാണ്. പകലിലുള്ളത് നമ്മൾ നിയന്ത്രിച്ചിരിക്കുകയാണ്. കഴിവതും അതുവഴി ജനങ്ങൾ പോകാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. അതുമാത്രമല്ല, കാലാവസ്ഥ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. ഇൻ കേസ് അവിടെ ഒരു നിരോധനം ഏർപ്പെടുത്തേണ്ടി വരുമെങ്കിൽ നമ്മളത് ഓർഡറായിട്ട് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. നിലവിൽ പകൽ സമയത്ത് അവിടെ ഒരു നിരോധനം ഇല്ല. പക്ഷെ അവിടെ പോകുന്ന വണ്ടികൾക്ക് നമ്മൾ ജില്ലാ പോലീസ് മേധാവി വഴി അവിടെ നിർത്തരുത്, നോ സ്റ്റോപ്പേജ് ഏരിയ ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അവിടെ വ്യൂ പോയിന്റിലൊന്നും ടൂറിസ്റ്റുകളോ ആരും നിർത്താൻ പാടില്ല. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.